ഹായ് ഓൾ, വെൽക്കം ടു ശിവോഹം. ഇന്ന് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട മാറ്റങ്ങൾ, എന്ത് ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വരുത്തേണ്ടത്. നമുക്ക് കളക്റ്റീവായിട്ട് നോക്കാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ. ഒരു ഡിവൈൻ ഗൈഡൻസ്, ഡിവൈൻ മെസ്സേജ് ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു സ്പിരിച്വൽ കൗൺസിലിംഗ്, പേഴ്സണൽ ടാരോ റീഡിംഗ്, ഗൈഡൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, അതായത് മുമ്പോട്ട് പോകാനുള്ള ഒരു വഴി തെളിയുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടുവാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പിരിച്വൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഗൈഡൻസ് സെഷൻ എടുക്കാവുന്നതാണ്. ടാരോ റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാട്സപ്പാണ്, മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 3 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. 3 ബേർഡ്സാണ്. ഫസ്റ്റ് വൺ മയിൽ, സെക്കൻഡ് പ്രാവ്, മൂന്നാമത്തേത് തത്തയാണ്. 1, 2, 3. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ ഏത് ബേർഡിനോടാണോ ഇൻട്രസ്റ്റ് തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ചിലർക്ക് ഒന്നിൽ കൂടുതൽ ബേർഡിനോട് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ ഒരു കാര്യമുള്ളത്, ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ റെസൊണേറ്റ് ആവുന്ന അതുപോലെ എടുക്കാം കേട്ടോ, നിങ്ങളുടെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട്. അല്ലാത്തത് വിട്ടേക്കാം. ഫസ്റ്റ് പൈൽ മയിലിനെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഇന്നർ ബ്യൂട്ടി അത് പുറത്തോട്ട് കൊണ്ടുവരാനാണ് പറയുന്നത്. സോൾ നേർച്ചറിങ് ആയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് പുറത്തോട്ട് കൊണ്ടുവരാനാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. അതായത് പല കാര്യങ്ങളും നിങ്ങൾ ഫിയർ കൊണ്ടായിരിക്കണം എക്സ്പ്രസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഷാഡോ സൈഡിൽ നിന്ന് പുറത്തോട്ട് വരാനാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു തോട്ട് എന്ന് പറയുന്നത് പഴയ ആ ഒരു തോട്ടിൽ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചില കാര്യങ്ങൾ അർഹതപ്പെട്ടതല്ല, അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് സന്തോഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വരുന്നത് ദുഃഖമായിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് അർഹതയുണ്ടോ, എനിക്ക് ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആണെങ്കിൽ എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ, അങ്ങനെയുള്ള സെൽഫ് ടോക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. സോ അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകൾ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം അർഹതപ്പെട്ടതല്ല, ഞാൻ എപ്പോഴും ഈ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ തന്നെ ഇരിക്കേണ്ട ആളാണ്, എങ്ങനെയുള്ള നെഗറ്റീവ് തോട്ടുകൾ നിങ്ങളുടെ ഉള്ളിൽ കൂടുതലായിട്ടുണ്ട്. അതൊന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ട്രൂ പൊട്ടൻഷ്യൽ പുറത്തോട്ട് വരും. ആ ഒരു ഇന്നർ ബ്യൂട്ടി, ആ ഒരു ഡിവൈൻ ലവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ശരിക്കും നിങ്ങളടുത്ത് യൂണിവേഴ്സ് പറയുന്നത് ഡാൻസ് വിത്ത് ഡിവൈൻ ലൈറ്റ് എന്നാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു ട്രൂ ആയിട്ടുള്ള നേച്ചർ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, പല കാര്യങ്ങളോടും പേടിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ എൻജോയ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പേടിയുണ്ടായിരിക്കാം. അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളായിരിക്കാം നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ അബൻഡൻസിൻ്റെ ഡോറ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡോറ്, ഐശ്വര്യത്തിൻ്റെ വാതിൽ തുറന്നു വരുന്നുണ്ട്. പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഓക്കെ, ഒരു പ്രൊട്ടക്ഷനാണ്, ഡിവൈൻ പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, പ്രാർത്ഥിക്കുന്ന ദൈവം ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഒരു ലൈഫ് ഫോഴ്സ് എനർജിയിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ആ ഒരു ട്രൂ നേച്ചർ അത് ഇപ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും പേടിച്ച് ചുരുണ്ടുകൂടിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ചിന്തിക്കുക, പഴയ പാറ്റേൺ ഒക്കെ നിങ്ങളെ വിട്ടു പോയി, ആ ഒരു പാറ്റേണിൻ്റെ ആ ഒരു ചങ്ങലക്കിട്ടതിൻ്റെ പാട് കണ്ടിട്ട് ഇപ്പോഴും നിങ്ങൾ ചങ്ങലക്കിട്ടു എന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത്. ആക്ച്വലി നിങ്ങൾ ഫ്രീ ആണ്. സോ ഫ്രീ ആയിട്ട് പുറത്തോട്ട് വരാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ ഫൈനാൻഷ്യലി ഒരു അത്ര സ്റ്റേബിൾ അല്ലാത്തൊരു ഫാമിലിയിൽ വന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യത്തിന് സാലറി കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്യാഷ് നിങ്ങളുടെ കയ്യിൽ വരുന്നുണ്ടാവാം, പക്ഷെ നിങ്ങൾക്കത് വിനിയോഗിക്കാൻ പേടിയായിരിക്കാം. അപ്പോൾ ഞാനിത് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ദാരിദ്ര്യം വരുമോ, അങ്ങനെയുള്ള പേടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു തോട്ട് മാറ്റിയെടുക്കുക. കാരണം നിങ്ങൾക്ക് അത് നെഗറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ് തരുന്നത്. കാരണം നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു സമ്പത്ത് കൂടി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിലേക്ക് ധാരാളം ക്യാഷ് വന്നുകൊണ്ടിരിക്കുന്നു, എന്നിലേക്ക് അബൻഡൻസ് വന്നുകൊണ്ടിരിക്കുന്നു,
മണി എന്നിലേക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള അഫർമേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഓക്കെ. പിന്നെ ചില ആൾക്കാർക്കുള്ള മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു പഴയ പാറ്റേൺ, ഇപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം. ചിലപ്പോൾ പുതിയ പുതിയ നല്ല നല്ല ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. ഫ്രണ്ട്ഷിപ്പ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾക്കത് പഴയ ആ ഒരു അവസ്ഥ റിപ്പീറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇപ്പോഴും അബാൻഡ്മെൻറ്റ് ഫിയർ, അല്ലെങ്കിൽ ചീറ്റിംഗ് എനർജി, ചീറ്റ് ചെയ്ത് പോവോ, ഞാൻ വീണ്ടും ചതിക്കപ്പെടുമോ, അങ്ങനെയുള്ള തോട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ വളരെയധികം പേടിയുണ്ടാവും. സോ അതും നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള പാതയിൽ തടസ്സം സൃഷ്ടിക്കും. പിന്നെ ചില ആൾക്കാർക്കെന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഴയ ഒരു പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫിയർ ആയിരിക്കാം. ഞാൻ വീണ്ടും പഴയ അവസ്ഥയിലോട്ട് പോവോ എന്നുള്ളൊരു പേടി നിങ്ങളെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. സോ ടെൻഷൻസ് വന്നോട്ടെ, പൊക്കോട്ടെ, അതിൻ്റെതായ ഒരു മൈൻഡ് സെറ്റിൽ എടുക്കാൻ ശ്രമിക്കാം. ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയാണ് നിങ്ങൾക്കിവിടെ എനിക്ക് കൂടുതലായിട്ട് കാണുന്നത്. സോ ട്രസ്റ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും വരുമെന്നുള്ളത് ഉറച്ചു വിശ്വസിക്കാം. പിന്നെ എനിക്ക് തരാനുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ആക്സെപ്റ്റൻസ് ആണ്. ഓക്കെ. നിങ്ങൾ പല കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യുക. ചില കാര്യങ്ങൾ, ചില ആളുകൾ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ചില തെറ്റുകൾ കൂടി നിങ്ങൾ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവാം. ഇറ്റ്സ് ഓക്കെ. കഴിഞ്ഞു. അംഗീകരിക്കുക. അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. പുതിയൊരു ബിഗിനിങ് ആണ്. ന്യൂ ബിഗിനിങ്. നിങ്ങളുടെ മാസ്കുലൈൻ പവർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഗ്രോത്ത്, റിന്യൂവൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. സോ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ജേർണി നിങ്ങൾ സേഫാണ്, പ്രൊട്ടക്റ്റഡ് ആണ്. അനദർ മെസ്സേജ് വരുന്നത് ട്രൂ ബ്യൂട്ടി. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത്. സോ അത് തിരിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ സോളിനെ നർച്ചർ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾ തിരിയാൻ ശ്രമിക്കുക. സെൽഫ് ലവ് അത്യാവശ്യമാണ് ഇവിടെ. സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യേണ്ടത് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള യാത്ര എളുപ്പമാവുള്ളൂ. ചില കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ചില നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരാത്തത്. അതിപ്പോഴും വെയിറ്റിംഗ് ആണ്. അതിനെ വെൽക്കം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഒരു മെസ്സേജ് കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു അടുത്ത കാലത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മയിൽപ്പീലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ലക്ഷറി ഐറ്റംസ്, ചിലപ്പോൾ ജ്വല്ലറി, അതുപോലുള്ള കാര്യങ്ങൾ, സംതിങ് ഗോൾഡ്, എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ സംതിങ് ഗിഫ്റ്റായിട്ട് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്കാരെങ്കിലും കൊണ്ടുവന്ന് തരുന്നതായിരിക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് കൂടി ഉണ്ട്. ലക്ഷറി ലൈഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. സോ ട്രസ്റ്റ് ചെയ്യാം കേട്ടോ. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള മെസ്സേജ്, ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ടാവും നിങ്ങളുടെ പലരുടെയും ഉള്ളിൽ. ഒരു ഇന്നർ പീസ് ഇല്ലാത്തൊരവസ്ഥ, സന്തോഷമില്ലാത്തൊരവസ്ഥ, ഉള്ളിൽ തന്നെ ഒരു യുദ്ധം നടക്കുന്ന ഒരു ഫീൽ, ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് റിലീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണിപ്പോൾ. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഈ ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സബ് കോൺഷ്യസ് മൈൻഡിലെ ആ ഒരു നിങ്ങളൊരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ചിലപ്പം പാസ്റ്റിലെ ഹേർട്ടായിരിക്കാം, പാസ്റ്റിലുണ്ടായ ബുദ്ധിമുട്ടുകളായിരിക്കാം, മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ട് കടന്നു പോയ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം. ഓക്കെ. നിങ്ങൾ ഇത്രയും നാളും ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ സിറ്റുവേഷൻസ്, കാര്യങ്ങളായിരിക്കാം, ഫാമിലി പരമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, അച്ഛൻ അമ്മ, ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കെയർ തരാത്ത ഇഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ റെസൊണേറ്റ് ആവുന്നു അതുപോലെ എടുക്കണം കേട്ടോ. അപ്പം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെയാണ് നിങ്ങളിപ്പം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടൊരു ഫൊർഗീവ്നെസ് ആൻഡ് സെൽഫ് കമ്പാഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇപ്പോൾ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈസി ആയിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വീണ്ടും അവരെ തെറ്റ് ചെയ്യാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്ത തെറ്റുകൾ നമ്മൾ തൽക്കാലം ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഒരു സെൽഫ് കമ്പാഷൻ, നമ്മളോട് തന്നെ സ്വയം ആദ്യം നമ്മളോട് ക്ഷമിച്ചു കൊടുക്കുക, ശേഷം മറ്റുള്ളവർക്കും ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാവാം. ഈ പ്രാവുകൾ എപ്പോഴും സമാധാനത്തിൻ്റെ പ്രതീകമാണല്ലോ. അതേപോലെ നമുക്കുള്ളിൽ എപ്പോഴും ശാന്തിയും സമാധാനവും നിറഞ്ഞു നിന്നാൽ
നമുക്ക് ചുറ്റിനും ആ ഒരു ശാന്തി സമാധാനം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. നമുക്കെപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കാനും സാധിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഡീപ്പ് ബ്രീത്ത് ചെയ്ത് നിങ്ങളെ തന്നെ ഒന്ന് കാം ആക്കാം. ഓക്കെ, ഒന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ഓരോ സെല്ലിലും, അതായത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെല്ലിലും ഡിവൈൻ ലവ് വന്ന് നിറയുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു എനർജി ഫീൽഡ്, ഓറ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആക്കിയിടാൻ ശ്രമിക്കുക. പുറത്ത് നിന്നുള്ള നിങ്ങൾ ഉപദ്രവിച്ച ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിയ ആൾക്കാർ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കാരണം ഒരു ഇന്നർ പീസ്, സമാധാനം, ശാന്തി ഒക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു മെസ്സേജ്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും അലൗ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടാം. നിങ്ങൾ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. പുറത്തുനിന്ന് ഒരുപാട് പ്രലോഭനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിൽ വീണ് പോകാതിരിക്കുക. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുള്ള പരീക്ഷണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് മാറ്റിവെച്ചിരിക്കുന്ന അബൻഡൻസ്, നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറച്ച ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾ ഏത് കാര്യത്തിലാണോ മുമ്പോട്ട്, എന്ത് കാര്യം വിശ്വസിച്ചാണോ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. മനസ്സ് ചാഞ്ചാടി കളിക്കുന്ന ആ ഒരു പ്രകൃതത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചില ആൾക്കാർക്ക് ഗോളായിരിക്കാം ചിലപ്പോൾ അത് ചെയ്യണോ, ഇത് ചെയ്യണോ, അത് പഠിക്കണോ, അല്ലെങ്കിൽ ആ ജോലി വേണോ, ഈ ജോലി വേണോ, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷനിലിരുന്ന് ലാസ്റ്റ് ഒരു ജോലിയും അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു പ്രകൃതം മാറ്റിവെക്കുക. നിങ്ങൾക്ക് പറ്റുന്നത് എന്താണോ, നിങ്ങൾക്ക് എന്താണോ ഗുണമായിട്ട് വരുന്നത്, നന്നായിട്ട് ആലോചിക്കുക. ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് മുമ്പോട്ട് പോയി അത് യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇവിടെ ചിലർക്കുള്ള ഒരു എനർജി, അല്ലെങ്കിൽ ചിലർക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഓവറായിട്ട് അനാവശ്യ കാര്യത്തിന് ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത്തരത്തിലുള്ള ക്യാരക്ടർ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഈ ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ ഒക്കെ നിങ്ങളെ ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്യും. പാസ്റ്റായിട്ട് തന്നെ അംഗീകരിക്കുക, അതിനവിടെ ഉപേക്ഷിക്കുക, മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഡിവൈൻ ലവ്, ഡിവൈൻ സപ്പോർട്ട്, ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ഒക്കെയാണ് നിങ്ങൾക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ മാറ്റം ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കുക, റിലാക്സ് ചെയ്യുക. നിങ്ങൾക്കുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. മാറ്റങ്ങൾ പതിയെ നിങ്ങൾക്ക് ഫീൽ ആവുള്ളൂ. ഓക്കെ, ഫാസ്റ്റായിട്ട് പോകണ്ട. വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മാത്രം പോയാൽ മതി. എങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചേരും. ഈ ഒരു പൈൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയെന്ന് കരുതുന്നു. നെക്സ്റ്റിലോട്ട് പോകാം. തേർഡ് പൈൽ, പാരറ്റ്. തത്തയെ തിരഞ്ഞെടുത്ത നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങളടുത്ത് സ്വയം ചില കാര്യങ്ങൾ ചോദിച്ചു നോക്കാനാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. അതായത് നിങ്ങൾ എന്താണ് നിങ്ങളോട് സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു ടോക്ക്, ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം. നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ട്രൂ പൊട്ടൻഷ്യൽ, ശരിയായ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ തന്നെയാണോ നിങ്ങൾക്ക് വരാനുള്ള നല്ല കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്? നിങ്ങളുടെ ഉള്ളിലെ ഫിയർ ആണോ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് സ്വയം ചോദിച്ചു നോക്കാനാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്നുള്ള ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള കാര്യം പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നൊരു കാർഡ് തന്നെയാണ്. ഓക്കെ, അനാവശ്യമായിട്ട് വെറുതെ കലവിലാന്ന് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാണെങ്കിൽ, അതായത് എന്തെങ്കിലും ചെറിയൊരു കാര്യം വരുമ്പോൾ തന്നെ എനിക്കിത് നടക്കുമോ നടക്കില്ലയോ, പേടിയാവുന്നു, അപ്പോൾ ഞാനിത് ഫെയിലാവോ, ഇങ്ങനെയുള്ള ടോക്കുകളാണ്. അല്ലെങ്കിൽ ഇത് ശരിയായ വഴിയാണോ, ഇങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിൽ, ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നതെങ്കിൽ ചിന്തിക്കുക, ഇത് തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ബ്ലോക്ക് ആവുന്നത്, ലേറ്റ് ആവുന്നത്. ഓക്കെ, വിശ്വസിക്കുക. നിങ്ങൾക്കൊരു കാര്യം ആവശ്യമാണെങ്കിൽ അത് സത്യസന്ധമായിട്ട് യൂണിവേഴ്സിൻ്റെ അടുത്ത് ആവശ്യപ്പെടുക. ദെൻ ലെറ്റ് ഗോ ചെയ്യുക, സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിൻ്റെ ഉള്ള ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്ത് വരാനുള്ള നല്ല കാര്യങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കുക. ഓക്കെ,
ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന നല്ല കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ടിനെ പോസിറ്റീവ് തോട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. ഒരുപാട് ജോയ്, ഹാപ്പിനെസ്സിലൊക്കെ കൂടൊക്കെ കടന്നു വന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും. ഇപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കാം നിങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് ആവശ്യപ്പെടുക. അതിൽ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർക്ക് മനസ്സിൽ 2 തോട്ടുകൾ വരുന്നുണ്ടാവാം. ചിലർക്ക് വേണം, ചില കാര്യങ്ങൾ എനിക്കിത് വേണം, പക്ഷേ എനിക്കിത് കിട്ടുമോ എന്നുള്ള എനിക്കിതിന് അർഹതയുണ്ടോ എന്നുള്ളൊരു തോട്ട് കൊണ്ട് ചിലപ്പോൾ എനിക്കിത് വേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലോക്ക് ചെയ്യുവാണ്. ചിന്തിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. വേണ്ട കാര്യങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് ആവശ്യപ്പെടുക. ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്യുക, സറണ്ടർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഡിവൈൻ ലൈറ്റ്, ഡിവൈൻ ലവ് നിങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. മെഡിറ്റേഷനിൽ ടൈം കണ്ടെത്താൻ ശ്രമിക്കുക. ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും മെഡിറ്റേഷന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ആ ഒരു ഫ്രീക്വൻസി, യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസിയിലോട്ടേക്ക് നിങ്ങൾ അലൈനായിട്ട് എത്താൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും യൂണിവേഴ്സ് നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു തരും. നിങ്ങൾ അയക്കുന്ന ഫ്രീക്വൻസി എങ്ങനെയാണോ സെയിം ഫ്രീക്വൻസി തന്നെയാണ് നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ചിന്തിക്കുക, നിങ്ങൾ എന്താണ് നിങ്ങളോട് സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത്, നിങ്ങൾ എന്ത് കാര്യമാണ് വെൽക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ ഗോൾ, നിങ്ങൾ എവിടെയൊക്കെ എത്തിച്ചേരണം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേണം, കൃത്യമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കുക, യൂണിവേഴ്സിന് സമർപ്പിക്കുക. ദെൻ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുക. ഇവിടെ ഫിയറിൻ്റെ യാതൊരു ആവശ്യമില്ല. കാരണം ഒരുപാട് നല്ല കാര്യങ്ങളാണ് വെയിറ്റ് ചെയ്യുന്നത്. അത് പലരും കാണാതെ പോകുന്നത് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവനവൻ്റെ ആ ഒരു സ്ട്രെങ്ത് തിരിച്ചറിയാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ ചിലർക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ നിങ്ങൾക്കത് യോജിച്ചതല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് അതിൻ്റെതായ സമയം വേണം എന്നുള്ളത് കൊണ്ടായിരിക്കാം. സോ ട്രസ്റ്റ് ചെയ്യുക, ഡിവൈനിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, നിങ്ങളിലേക്ക് വരേണ്ട നല്ല കാര്യങ്ങൾ എന്താണോ, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. രാവിലെ എണീക്കുമ്പോൾ പുഞ്ചിരിയോടുകൂടി എണീക്കുക. നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുക. സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ കൂടുതൽ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. പിന്നെ ചിലർക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, എവിടെയെങ്കിലും നിങ്ങളുടെ എനർജി ഒന്ന് ചോർന്നു പോകുന്നതായിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എല്ലാവർക്കും റെസൊണേറ്റ് ആവണമെന്നില്ല കേട്ടോ. ചില ആൾക്കാർ, നിങ്ങളൊരു ഹൈ ഫ്രീക്വൻസിലോട്ട് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ലെസൺസ്, അനുഭവങ്ങൾ പഠിച്ച് വന്നിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കാം. അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ വിഷമം കണ്ടിട്ട് നിങ്ങൾക്ക് അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് തോന്നുന്നതായിരിക്കാം. പക്ഷേ നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ സംസാരിച്ചിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. അവർ നിങ്ങളെ ഉദ്ദേശിക്കുന്നൊരു വഴിക്ക് വരുന്നുണ്ടാവില്ല. അവിടെ നിങ്ങളുടെ എനർജി ലീക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ചില ആൾക്കാർ ചില അനുഭവങ്ങൾ പഠിച്ചിട്ട് വരാനുണ്ട്, ചില ലെസൺസ് പഠിക്കാനുണ്ട്. സോ അതിൻ്റെതായ സമയം അവർക്ക് ആവശ്യമുണ്ടാവും. മോട്ടിവേഷൻ കൊടുക്കാം, അഡ്വൈസസ് കൊടുക്കാം, പക്ഷേ നിങ്ങളുടെ എനർജി പോവാതെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ സഹായങ്ങൾ ചെയ്യണം, സഹായങ്ങൾ ആവശ്യമാണ്. പക്ഷേ അത് അർഹിക്കുന്നവർക്ക് മാത്രം, അല്ലെങ്കിൽ അർഹതയുള്ളവർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതെല്ലാവർക്കുള്ള മെസ്സേജ് അല്ല, ചില ആൾക്കാർക്ക് മാത്രമാണ്. സോ ഇത് റെസൊണേറ്റ് ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.